വെൽക്കം ബാക്ക് ടു ഫോറക്സ് ഗോൾഡ് എക്സ്പേർട്ട്. മൈ നെയിം ഈസ് ധന്യ ജോർജ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇന്ന് ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ഒരു മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ള നമ്മളുടെ ഒരു അനാലിസിസ് ആണ്. നമ്മൾ കൂടുതലും ചാർട്ട് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അനാലിസിസ് 100% പെർഫെക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ പോകണമെന്നില്ല. എങ്കിൽ പോലും ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ മാത്രമാണ്. ഇത് നോക്കി ട്രേഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ലോസുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കുന്നതല്ല. ട്രേഡിംഗ് എപ്പോഴും റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അവരവരുടെ ഓൺ സ്ട്രാറ്റജിയും നമ്മൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ ഏകദേശം കണക്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് ചെയ്താൽ നല്ലൊരു പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കും. മെയിൻലി നമുക്കിതൊരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് ട്രേഡിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഇന്നലത്തെ മാർക്കറ്റിനെ കമ്പയർ ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു മോർണിംഗ് 9 o'clock വരെയുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് ചെയ്യുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ പല കാര്യങ്ങളും സംഭവിക്കാം. ഓരോ സമയം മാറും തോറും മാർക്കറ്റിന്റെ ഡയറക്ഷനും മൂവ്മെന്റ്സും ഒക്കെ മാറാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതിനു മുന്നേ തന്നെ ആദ്യമായിട്ട് ഒരു കാര്യം പറയുകയാണ്, എല്ലാവരും ട്രേഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ലോട്ട് സൈസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെയ്യുക. നമുക്ക് ഒരു ട്രേഡിംഗിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഫണ്ടിനനുസരിച്ചിട്ടുള്ള ലോട്ട് സൈസുകൾ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ്. പല ആളുകളും എസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്നത് കൊണ്ടാണ് അക്കൗണ്ട് വാഷ് ഔട്ട് ആയി പോവുക. അതായത് നമുക്ക് എത്ര ഫണ്ട് ഉണ്ടോ, നമ്മൾ ലിവറേജസിനെ നോക്കാതെ നമുക്കിപ്പോ ഒരു $500 ഫണ്ട് ഉള്ളെങ്കിൽ മാക്സിമം ഒരു 0.02 വരെയൊക്കെ എടുക്കുക. ഒരു ബിഗിനർ ആണെങ്കിൽ ഒരു $300 മിനിമം 0.01 എടുക്കുക. നമ്മളുടെ എസ് എത്രയാണെന്ന് നോക്കുക. എസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഫണ്ടിനനുസരിച്ച് ലോട്ട് സൈസ് കൂട്ടാം. എസ് കൂടുതലാണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ നമ്മുടെ ലോട്ട് സൈസ് കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മളുടെ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും ട്രേഡ് എടുക്കുന്നുണ്ടാവുക. പെട്ടെന്ന് മാർക്കറ്റ് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് പോകുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനെ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഹിറ്റ് ആക്കിക്കേണ്ട കാര്യമില്ല. നമുക്ക് എവിടെയാണോ കൺഫ്യൂഷൻ വരുന്നത് ആ മൊമെന്റ് ആ ട്രേഡ് ക്ലോസ് ചെയ്തേക്കുക. കാരണം നമ്മൾ ആ ഹിറ്റ് നമുക്ക് കൺഫ്യൂഷൻ വരെയാണ്, വളരെയധികം റിസ്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രേഡ് എടുക്കുക. കാരണം നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല. മാക്സിമം നമ്മളുടെ റിസ്കിനെ റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതും ഒരു സക്സസ്ഫുൾ ട്രേഡറിന്റെ ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ ഒരുപാട് പ്രോഫിറ്റ് എടുക്കുന്നത് മാത്രമല്ല സക്സസ്ഫുൾ ട്രേഡർ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു മന്ത് എൻഡ് എടുക്കുമ്പോൾ നമ്മളുടെ ക്യാപിറ്റലിൽ യാതൊരു പ്രോബ്ലവും വരാതെ നമുക്ക് $1 ഇനി ഓവറോൾ പ്രോഫിറ്റ് ഉള്ളെങ്കിലും നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ക്യാപിറ്റലിലേക്ക് ലോസ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഓവറോൾ ലോസ് വരിക. പിന്നെ അതുപോലെ തന്നെ ട്രേഡിംഗിലേക്ക് വരുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ട്രേഡിംഗിൽ ലോസ് ഉണ്ട്. ലോസ് ഇല്ലാതെ നമുക്ക് ഒരു ട്രേഡ് ഇല്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. പ്രോഫിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിട്ടാണോ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്, അതുപോലെ തന്നെ ലോസ് വരുമ്പോഴും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ലോസിനെ നമ്മൾ സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡ് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ലോസ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ആ മാത്രമേ നമുക്ക് നഷ്ടപ്പെടുന്നുള്ളൂ. അല്ല നമ്മുടെ അക്കൗണ്ട് അവിടെ വാഷ് ഔട്ട് ആയി പോകുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല. പ്രോപ്പർ വെച്ചിട്ട് കറക്റ്റ് ലോട്ട് സൈസ് വെക്കുന്ന ഒരാൾക്ക് അക്കൗണ്ട് വാഷ് ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ സംഭവിക്കുന്നില്ല. അത് പ്രോപ്പർ ചെയ്യാത്ത ആളുകൾക്ക് മാത്രമേ അത്തരം ഒരു കാര്യം സംഭവിക്കുന്നുള്ളൂ എന്നൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലോസ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും പ്രോഫിറ്റബിൾ ആകുമ്പോൾ നമ്മൾക്ക് ഓവർ കോൺഫിഡൻസ് ആവും. നമ്മൾ വീണ്ടും ഓവർ ട്രേഡ് ചെയ്തിട്ട് നമുക്ക് ലോസിലേക്ക് പോകും. ഇടയ്ക്ക് ഒരു ലോസ് വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പഠിക്കാനായിട്ട് ആ ഓപ്പർച്യൂണിറ്റീനെ കാണുകയും നമ്മൾ കൂടുതൽ പഠിക്കുകയും നമ്മളുടെ മിസ്റ്റേക്സുകൾ തിരുത്തിക്കൊണ്ട് നമുക്ക് ട്രേഡിങ്ങിൽ വളരാനായിട്ടും സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം 1-2 ട്രേഡിനുള്ളിൽ, അതായത് നമ്മളുടെ ടാർഗറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് അന്നത്തെ ദിവസം നിർത്തിവെക്കുക. ബാക്കി സമയം നമ്മൾ പഠിക്കാനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ലോസ് കിട്ടി, നമ്മൾ മെന്റലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം ട്രേഡ് ഒഴിവാക്കുക. ഇതൊക്കെ ഒരു സക്സസ്ഫുൾ ട്രേഡറിന്റെ ഒരു കാര്യമാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ലോസിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയും കംപ്ലൈന്റ്സ് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ ഒന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അനാലിസിസിലേക്ക്
ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്നത്തെ ഗോൾഡിന്റെ ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് സെല്ലാണ് വന്നിരിക്കുന്നത്. ഇന്നലെ തൊട്ട് തന്നെ ഇത് സെല്ലിലേക്ക് പോകേണ്ടതാണ്. പക്ഷെ അതിനിടയ്ക്ക് നമുക്കൊരു ഫേക്ക് ആയിട്ടുള്ള ബൈകളും കാര്യങ്ങളും ഒക്കെ എൻട്രി പൊസിഷൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് മാക്സിമം എസ്എൽ എടുക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നത്തെ ബൈ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. ഈ 2 വീക്സ് ആയിട്ട് മാർക്കറ്റിന് പോകേണ്ടത് ഡൗണിലേക്ക് തന്നെയാണ്. പക്ഷെ അതിനുള്ളിൽ കിട്ടുന്ന ബൈ എൻട്രികളാണ് എപ്പോഴും ആളുകൾക്ക് ലോസ് തരിക. ഒരു ഓവറോൾ ഇൻട്രാഡേ ട്രേഡ് ആണെങ്കിൽ ഇപ്പോൾ സെൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏറ്റവും നന്നായിട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിംഗിന് ശേഷം വന്നിരിക്കുന്ന ഹയസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 4665 അതിൽ നിന്ന് ലോവസ്റ്റ് റേഞ്ചിലേക്ക് വന്നിരിക്കുന്നത് 4607 വരെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എപ്പോഴും 4665, 4658 മുതൽ 65, 68 റേഞ്ചുകൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. അവിടെ നിന്നേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഫാള് വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ 4607 ബ്രേക്ക് ചെയ്ത് വലിയൊരു റെഡ് ക്യാൻഡിൽ നിന്നാൽ മാത്രമേ ഇനി 4580, 70 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് 4608 മുതൽ 12 വരെയാണ്. അത് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാവുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഡൗൺ ആവും. പിന്നീട് വരുന്ന 4580 മുതൽ 90 വരെയുള്ള റേഞ്ചുകളെല്ലാം നമുക്ക് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയകളാണ്. അവിടെയൊക്കെ ബൈ നമുക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ്, അതായത് സ്കാൽപ്പിംഗ് ട്രേഡിന് സാധിക്കും. നമ്മൾ ഒരു ലോങ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറി വീണ്ടും ഒരു സെൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ചുള്ള സെൽ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൽ ട്രേഡുകൾ എടുക്കുന്നതായിരിക്കും കൂടുതൽ. അതായത് ഹയർ ടൈം ഫ്രെയിമുകളെല്ലാം നിലവിൽ സെല്ലിലാണ് ഉള്ളത്. ലോവർ ടൈം ഫ്രെയിമുകളായിരിക്കും കൂടുതൽ ബൈയിലേക്ക് പോകുക. അത് സ്കാൽപ്പ് ചെയ്യുന്നവർ മാത്രം ലോവർ ടൈം ഫ്രെയിമുകൾ യൂസ് ചെയ്യുക. ഹയർ ടൈം ഫ്രെയിമുകൾ ഇൻട്രാഡേ ഓർ ഇൻട്രേഡ് ഒക്കെ ചെയ്യുന്ന ആളുകൾ ഹയർ ടൈം ഫ്രെയിം യൂസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നിലവിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 4620 മുതൽ 34 വരെയുള്ള റേഞ്ചുകളാണ്. 4634 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 4640, 50 റേഞ്ചുകളിലേക്ക് പോകും. 4665 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 4668, 75 റേഞ്ചുകളിലേക്ക് മാർക്കറ്റ് പോവുകയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും ഡൗണിലേക്ക് വരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. സെൽ എൻട്രികളാണ് ഇന്ന് കൂടുതലും സേഫ് ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. പക്ഷെ അതിലും ബൈ എൻട്രികൾ നമുക്ക് കിട്ടും. ഈ പറയുന്ന രീതിയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ബൈ പോകുകയും പിന്നീട് ഫാൾ ചെയ്യുക. അതായത് ഓവറോൾ ട്രെൻഡ് ഏതിലാണോ നിൽക്കുന്നത് അതിലേക്ക് തന്നെ മാർക്കറ്റിന് വരാനുള്ള ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് സെൽ ട്രെൻഡിൽ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിട്ട് മാത്രം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ VIP ട്രേഡിംഗ് ടെലഗ്രാം ചാനലിൽ നമ്മൾ മാർക്കറ്റിന്റെ XYSTയുടെ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ BTCയും അതുപോലെ തന്നെ ഗോൾഡിന്റെയും അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് അനാലിസിസും ഒക്കെ ഓൺ ട്രേഡ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.